കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അയോധ്യയുടെ പുണ്യഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നത്. ജനുവരി 11 ശനിയാഴ്ച ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ വാർഷിക ആഘോഷം ആരംഭിക്കാനിരിക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രാമകഥാ മ്യൂസിയം. ക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മ്യൂസിയം ഉയരുന്നത്. രാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ അടങ്ങിയ ഹോളോഗ്രാമാണ് ഒരുക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പുരാതന വേരുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ചിത്രീകരിക്കും. 40,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് രാമകഥാ മ്യൂസിയം ഒരുങ്ങുന്നത്. രാമക്ഷേത്ര ട്രസ്റ്റ് ആകും പദ്ധതിക്കായി പണം ചെലവഴിക്കുക. വരുന്ന 2 വർഷത്തിനുള്ളിൽ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പ്രാരംഭഘട്ട പദ്ധതിയിലാണ് മ്യൂസിയം. സാങ്കേതിക വിദ്യയുടെ മികവിൻ്റെ പ്രദർശനമാകും രാമകഥാ മ്യൂസിയമെന്ന് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള ടാക്ബിൻ CEO സൗരവ് ഭായ് പറഞ്ഞു. AR, VR, AI പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ സന്ദർശകർക്ക് നവ്യാനുഭവം നൽകുകയാണ് ലക്ഷ്യമിടുന്നത്. ചലനത്തിനൊപ്പം സംസാരിക്കുന്ന രാമൻ്റെ പ്രതിമയാണ് പ്രധാന സവിശേഷത. എല്ലാ പ്രായത്തിലുള്ളവർക്കും മനസ്സിലാകും വിധത്തിലുള്ള രൂപകൽപ്പനയും ഉള്ളടക്കവുമാകും മ്യൂസിയത്തിലുണ്ടാവുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കും. പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിൽ കണ്ടെത്തിയ പ്രതിമയുടെ ഭാഗങ്ങൾ, തൂണുകൾ, മതിലിൻ്റെ പാനലുകൾ എന്നിവ ഉൾപ്പെടെ 100-ലധികം വസ്തുക്കളാണ് കണ്ടെത്തിയത്. പ്രദേശത്ത് ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ച ശക്തമായ തെളിവുകളുമായി ഇനിയും അവ മ്യൂസിയത്തിൽ നിലകൊള്ളും. 3 നിലകളിലായി 26 വിഭാഗങ്ങളിലായാണ് മ്യൂസിയം നിർമ്മിക്കുക. ഹോളോഗ്രാഫിക് ചിത്രീകരണവും ഉണ്ടാകും. രാമൻ്റെ കുട്ടിക്കാലവും വനവാസകാലവും സഞ്ചരിച്ച വഴികളുമെല്ലാം അക്കാലത്തേതുപോലെ തന്നെ അനുഭവിച്ചറിയാനുള്ള അവസരമാണ് മ്യൂസിയം നൽകുക. പുതിയ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ച് ഉൾപ്പെടെ അറിയാൻ സാധിക്കും. രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ യാത്ര വിവരിക്കുന്ന ശ്രീരാമ ജന്മഭൂമി സംഘർഷ് യാത്ര ഹോളോഗ്രാഫിക് ചിത്രീകരണത്തിലൂടെ അയോധ്യയുടെ ചരിത്രം, ഹനുമാന്റെ യാത്ര പ്രദർശിപ്പിക്കുന്ന IIT മദ്രാസിൻ്റെ ഒഡീസി F ഹനുമാൻ, രാമക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ രാംലല്ലയുടെ തത്സമയ ദൃശ്യങ്ങളും കാഴ്ചകളും മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും.